ഹലോ, നമസ്കാരം. ഇന്നത്തെ ചൈന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ചൈനയിലെ ഒരു നാച്ചുറൽ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളാണ്. അത് നമ്മുടെ നാട്ടിലെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ പോലെ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണിത്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എനിക്ക് നാട്ടിൽ വന്നിട്ട് ചെറിയ ഒരു വീഴ്ചയൊക്കെ വീണ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അതിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വരുന്നത് കൊണ്ട് ഇവിടെ റിസപ്ഷനിൽ തന്നെ പറഞ്ഞ് അവര് ഫോമെല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് തരും. അത് ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് മാത്രം അങ്ങനെ തരുന്നതാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെല്ലണമെങ്കിൽ ഈ മെഷീനിൽ നമുക്ക് ആ നമ്പർ ഒന്ന് അടിച്ചു കൊടുത്ത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് അകത്ത് കയറാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ അതായതുകൊണ്ട് നമ്മളിവിടെ ചെന്ന് അതിൻ്റെ ഫോമെല്ലാം ഫില്ല് ചെയ്ത് പിന്നെ അവിടെ കൊണ്ട് കാണിച്ചിട്ട് നമുക്കതിൻ്റെ ഒരു സ്ലിപ്പ് തരും. അപ്പോൾ അവിടെ നിന്ന് ഒരു നമ്പർ കിട്ടും. നമുക്ക് ആ നമ്പറുമായിട്ടാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മിയയും കൂടെ ഉണ്ടായിരുന്നു. ചൈനീസൊക്കെ ഫ്ലുവൻ്റായിട്ട് അവിടെ നമുക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ചൈനീസ് അത്രയ്ക്ക് വശമില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പം അതുകൊണ്ട് മിയയാണ് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇപ്പോഴും കൂടെ ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് നമ്പറൊക്കെ കിട്ടി. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ കുറേ ഹെർബൽ മെഡിസിൻസ് എല്ലാം വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല സ്മെല്ലായിരുന്നു, ആയുർവേദ മെഡിസിൻസിന്റെ നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. ഞങ്ങളങ്ങനെ പോകുന്ന വഴിയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് വയസ്സായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ഈ കൈ മുട്ടുവേദന, കാലുവേദന അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഇവിടെ തന്നെ കാണാൻ ഒരു അമ്മച്ചി ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് അപ്പൊ നമ്മൾ അവിടെ നിന്ന് കിട്ടിയ നമ്പർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതിവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം. സ്ക്രീനിൽ നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് ഡോക്ടറെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് ഏത് ഡോക്ടറാണെന്നുള്ളത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ മിയയാണ് ഡോക്ടറെയൊക്കെ സെലക്ട് ചെയ്ത് തന്നത്. അത് ഫുള്ള് ചൈനീസ് ആയിരുന്നു. അപ്പൊ അത് മിയയാണ് ഡോക്ടറെയൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് തന്നത്. അപ്പൊ അവിടെ നിന്ന് ഡോക്ടർ ഇരിക്കുന്ന കൺസൾട്ടേഷൻ റൂമിന്റെ നമ്പർ നമുക്ക് കിട്ടും. ആ നമ്പറുമായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കൺസൾട്ടേഷൻ റൂം ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടില്ല. നമ്മുടെ കൺസൾട്ടേഷൻ റൂം നമ്പർ 6 ആയിരുന്നു. അപ്പൊ അതിനുവേണ്ടി കുറച്ച് നടന്നിട്ടാണ് നമ്മൾ റൂം നമ്പറൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ അങ്ങനെ ഒരുപാട് പേഷ്യൻസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ റൂം നമ്പർ എല്ലാം കണ്ടുപിടിച്ചിട്ട് കൺസൾട്ട് ചെയ്യണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം അത് ശരിയല്ലല്ലോ, ഡോക്ടറെ അടുക്ക ചെല്ലുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ മിയയാണ് ഓടി നടന്ന് റൂമെല്ലാം കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ റൂമെല്ലാം കണ്ടുപിടിച്ച് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ അവിടെ നിന്ന് മെഡിസിൻസ് എല്ലാം തന്നു. അപ്പൊ നമ്മൾ അവിടെ തന്നെ പേയ്മെന്റ് എല്ലാം അവിടെ തന്നെ കൊടുക്കും. അപ്പോൾ നമ്മൾ അവിടെ തന്നെ കൊടുത്ത് ഡോക്ടർ മെഡിസിൻ എല്ലാം നമുക്ക് തന്നിട്ട് അപ്പൊ നമ്മളവിടെ വെയിറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ ഒക്കെ കണ്ട് അങ്ങനെ ആ മരുന്നെല്ലാം സജസ്റ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. നമ്മൾ ഡോക്ടറെ എല്ലാം കണ്ട് അവിടെ നിന്ന് നമ്മള് മരുന്നൊക്കെ ഡോക്ടർ അവിടെ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതുമായിട്ട് അവിടെ ഫാർമസിയിൽ മരുന്ന് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ മിയയാണ് അതിനെല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മിയ വന്ന് അതെല്ലാം ചെയ്ത് മെഡിസിൻ എല്ലാം വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ തന്നെ തിരിച്ച് നമുക്ക് മെഡിസിൻ ഒരുപാട് മെഡിസിൻസ് ഒന്നും ഇല്ല കേട്ടോ. അതിന് ഏകദേശം ഒരു നമ്മുടെ നാട്ടിൽ 600 രൂപയോളം ആയിട്ടുള്ളൂ. എല്ലാം കൂടെ കൺസൾട്ടേഷൻ ഫീസും മെഡിസിൻ്റെ ഫീസും എല്ലാം കൂടെ ടോട്ടൽ ഒരു 600 രൂപയോളം ആയിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് 2 മെഡിസിൻ എനിക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുവാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വീണ്ടും വരുന്നതായിരിക്കും.